എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചക്കക്കുരും അതുപോലെ മാങ്ങയും പിന്നെ ഉണക്ക ചെമ്മീനും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ടുന്ന ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 2 കപ്പ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 വിസിലടിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരു എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉണക്ക ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ തലയും വാലും കളഞ്ഞതിന് ശേഷം ഒരു 1/2 കപ്പോളം ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ചെമ്മീൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ, കാരണം ഇതിൽ അത്യാവശ്യം നന്നായിട്ട് അഴുക്കുണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പം നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ അടുപ്പിലേക്ക് തന്നെ ഇതിലേക്ക് വേണ്ടുന്ന മാങ്ങയും കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന മാങ്ങയുടെ അളവ് മാങ്ങയുടെ പുളിക്കനുസരിച്ചും അതുപോലെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ചക്കക്കുരുവിൻ്റെ അളവിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്യുക. ഇനി നമുക്ക് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരു മാങ്ങയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, അപ്പോൾ മുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. അതുപോലെ 4 ചെറിയുള്ളിയും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീനാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ്റെ ഒരു പകുതി ഭാഗം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു അതുപോലെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരുവൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് ബാക്കി വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കറി കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് ഉള്ളിയും കൂടെ കാച്ചി ഒഴിക്കണം. അപ്പോൾ നാടൻ കറി ആയതുകൊണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉടനെ തന്നെ നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമ്മളിപ്പോൾ താളിച്ചൊഴിച്ചതൊക്കെ എല്ലാ വശത്തേക്കും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകൂട്ടാൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.